السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، المخدرات جريمة. ലഹരി മയക്കുമരുന്നുകൾ ഉപയോഗിക്കൽ കുറ്റകരമാണ്. അതാണ് ഇന്നത്തെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിച്ചതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ട ബുദ്ധി നൽകി എന്നത് തന്നെയാണ്. ആ വിശിഷ്ട ബുദ്ധി നൽകിയതിലൂടെയാണ് മനുഷ്യർ എല്ലാ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത്. മാത്രമല്ല, ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യുന്നതും എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബുദ്ധി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊന്നും അറിയാത്ത നിലക്കാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ചശക്തിയും അഫ്ഇദത്തും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. അഫ്ഇദത്ത് എന്ന് പറഞ്ഞാൽ അൽ ഉഖൂൽ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ബുദ്ധിശക്തിയാണ് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ബുദ്ധിശക്തിക്ക് പകരം നമ്മൾ നന്ദി ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ ബുദ്ധിക്ക് തകരാറ് വരുന്ന യാതൊരു കാര്യവും ചെയ്യാതിരിക്കുക എന്നതും, അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതും അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയിൽപ്പെട്ടതാണ്. ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത്, മയക്കുമരുന്ന് പോലത്തത് ഉപയോഗിക്കുക എന്നത്, അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനവുമാണ്, വലിയ കുറ്റകരമായ കാര്യവുമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ അത് തകർത്ത് കളയും, മനുഷ്യനെ അത് നശിപ്പിച്ച് കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. നിങ്ങളാരും നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ നാശങ്ങളിൽ കൊണ്ടുപോയി ഇടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഇവിടെ മനുഷ്യർ പലപ്പോഴും ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് അവരുടെ ചീത്ത കൂട്ടുകാർ വന്ന് അവരെ ക്ഷണിക്കുമ്പോഴാണ്. ഒന്നുകിൽ അവർ പറയും, ഇതൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് കഴിച്ചു നോക്കും, അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇതൊന്ന് കഴിച്ചിട്ടൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഫതകൂനു ബിദായത നിഹായതിഹി. അങ്ങനെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി അത് പിന്നെ അവൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമായി മാറുകയാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതം ഖറാബായി നശിച്ചു പോവുകയാണ്. അവൻ വലിയ അഗാധ ഗർത്തത്തിലേക്ക് വീണു പോവുകയാണ്. അതിനുശേഷം അവനൊരിക്കലും ഒരു സ്തുത്യർഹമായ ഒരു അന്ത്യം അവനിക്ക് ലഭിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തത്തബിഇ സബീലൽ മുഫ്സിദീൻ. കുഴപ്പക്കാരുടെ, നാശകാരികളുടെ മാർഗങ്ങളൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ആരെങ്കിലും ആ ലഹരി വസ്തുക്കൾ, മയക്കുമരുന്ന് പോലത്തത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അത് ഉപയോഗിച്ചവരുടെ അന്ത്യഫലങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അവരുടെ ബുദ്ധി തകർന്നുപോയി, അവരുടെ ആരോഗ്യം നശിച്ചുപോയി, അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി, അവരുടെ സുപ്രസിദ്ധിയെല്ലാം നശിച്ച് വെറും കുപ്രസിദ്ധിയായി മാറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ചീത്ത കൂട്ടുകാരെയും ചീത്ത കൂട്ടുകെട്ടും നിങ്ങൾ സൂക്ഷിക്കണം. അവർ നിങ്ങളെ കുഴപ്പത്തിലേക്കും നാശത്തിലേക്കും ക്ഷണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ പറയുന്നു, വഇൻ യറൗ സബീലർ റുശ്ദി ലാ യത്തഖിദൂഹു സബീല.
സന്മാർഗങ്ങൾ കാണുമ്പോൾ അവർ അവരുടെ വഴികളായി സ്വീകരിക്കുന്നില്ല. മറിച്ച് ദുർമാർഗങ്ങൾ കാണുമ്പോൾ അവരുടെ ആഗ്രഹത്തിനൊപ്പിച്ചുള്ള കുറ്റകരമായ മാർഗങ്ങൾ കാണുമ്പോൾ അതിനെ അവർ പിൻപറ്റുകയും അതവരുടെ മാർഗമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുക, വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലൂ മൈലൻ അദീമാ. ദേഹേച്ഛയെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ നിങ്ങളെയും വലിയ കുറ്റക്കാരാക്കി മാറ്റാൻ അവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കൂട്ടുകാരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്, അതിനടിമപ്പെട്ടു പോവുക എന്നുള്ളത് നാം നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന അക്രമം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അതുപോലെ നമ്മളെ ഭരണാധികാരികളോട് ചെയ്യുന്ന വഞ്ചനയാണ്. കാരണം നമ്മുടെ ഭരണാധികാരികൾ നമ്മളെയും നമ്മളെ മക്കളെയും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, ഒരുപാട് സാമ്പത്തികമായി ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ മുമ്പോട്ട് വെക്കുമ്പോൾ അവരുടെ ബുദ്ധി നശിപ്പിക്കുന്ന നിലക്ക് ലഹരിക്ക് അടിമപ്പെടുത്തുക എന്നുള്ളത് വലിയ കുറ്റകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ അവരെ സുരക്ഷിതമാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വകുല്ലുകും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുകും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭരണത്തിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇതിൽ വലിയ റോൾ വഹിക്കാനുണ്ട്. നിങ്ങളുടെ മക്കളെ സുരക്ഷിതമാക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകുകയും ചെയ്യണം. മാത്രമല്ല, അവരുടെ കൂട്ടുകെട്ടും കൂട്ടുകാരെയും എല്ലാം നിങ്ങൾ അറിയുകയും അവർക്കുപകാരമായ വഴിയിലേക്ക് മാർഗദർശനങ്ങൾ നിങ്ങൾ നൽകുകയും ചെയ്യണം. ഇല്ലാതിരുന്നാൽ യുഅദ്ദു തഫ്രീതൻ ഫിൽ അമാന, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച മക്കളാകുന്ന അമാനത്ത്, ആ അമാനത്തിൽ വലിയ വീഴ്ച വരുത്തിയതായിട്ട് അതവിടെ കണക്കാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും അവരവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തപ്പറ്റി ചോദ്യം ചെയ്യുന്നതാണ്. അഹഫിള അം ദയ്യ, അതവൻ സംരക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പാഴാക്കിയിട്ടുണ്ടോ. ഹത്താ യസ്അല റജുൽ അൻ അഹ്ലി ബൈതിഹി, അവൻ്റെ ഓരോ മനുഷ്യനും അവൻ്റെ വീട്ടുകാരെ പറ്റി വരെ ചോദിക്കുന്നത് വരെ, അങ്ങനെ എല്ലാവരെ പറ്റും നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ അധ്യാപകന്മാരും അധ്യാപികമാരും നിങ്ങളുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ ഭാവി, ഇതെല്ലാം നിങ്ങളുടെ മുന്നിലാണ്. അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, വളർന്നു വരുന്ന തലമുറയെ നല്ലൊരു മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ പങ്ക് നിങ്ങൾ വഹിക്കേണ്ടതുണ്ട്. ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾക്ക് അടിമപ്പെടാതെ നിങ്ങളും നിങ്ങളുടെ മക്കളും എല്ലാവരും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സംരക്ഷണം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും എല്ലാവിധ മയക്കുമരുന്നുകളെ തൊട്ടും എല്ലാ ലഹരി വസ്തുക്കളെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. അല്ലാഹുവേ, ഈ രാജ്യത്ത് നീ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും നൽകണമേ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാ നന്മകളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ സ്വർഗം നൽകി, നിന്റെ റഹ്മത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.